ഭ്രൂണഹത്യ നിയമവിധേയമാക്കിയ റോ വി വേഡിന്റെ 1973 സുപ്രീം കോടതി വിധിയുടെ 51ാം വാർഷികത്തിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ അമേരിക്കയിലെ കത്തോലിക്ക സഭ. ജനുവരി 16 മുതൽ 22 വരെയുള്ള 9 ദിവസത്തേക്കാണ് നൊവേന. ഭ്രൂണഹത്യ നിയമവിധേയമാക്കിയതുമൂലം ഇന്നും ജീവൻ നഷ്ടപ്പെടുന്ന അനേകം കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മമാരെയും സംരക്ഷിക്കുന്നതിന് ശക്തമായ പോരാട്ടം അനിവാര്യമാണ്. ഭ്രൂണഹത്യയിലൂടെ ജീവൻ നഷ്ടപ്പെട്ട കുരുന്നുകളുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും US ബിഷപ്പുമാർ പറഞ്ഞു. ഹോങ്കോങ് രൂപതയുടെ ഉടമസ്ഥതയിലുള്ള കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി പദവി നൽകി ഹോങ്കോങ് സർക്കാർ. ഹോങ്കോങ്ങിലെ കത്തോലിക്ക സഭ നടത്തുന്ന കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷനെ യൂണിവേഴ്സിറ്റിയായി ഉയർത്തുന്നതായി സർക്കാർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഹോങ്കോങ്ങിലെ സ്വാശ്രയ മേഖലയിൽ യൂണിവേഴ്സിറ്റി പദവി ലഭിക്കുന്ന 4ാമത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ഒരു യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ചതായി ഹോങ്കോങ് കൗൺസിൽ ഫോർ അക്രഡിറ്റേഷൻ ഓഫ് അക്കാദമിക് ആൻഡ് വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞ ഒക്ടോബറിൽ വിലയിരുത്തിയിരുന്നു. ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കേറ്റിന് പുതിയ സഹായമെത്രാനെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ്കൻ വൈദികനായ ബ്രൂണോ വാരിയോനെയാണ് പാപ്പ സഹായമെത്രാനായി നിയമിച്ചത്. ബ്രസീലിയൻ വംശജനായ ഫാദർ ബ്രൂണോ വാരിയാനോ ദീർഘകാലമായി ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. നമ്മുടെ സഹോദരനായ ഫാദർ ബ്രൂണോ മെത്രാനായി അഭിഷിക്തനാകുന്ന ഈ വേളയിൽ ഭൗമിക ജെറുസലേമും സ്വർഗീയ ജെറുസലേമും ഒരുപോലെ സന്തോഷിക്കുന്നുവെന്ന് ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസായ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല പറഞ്ഞു. സൈപ്രസിലെ പാത്രിയാർക്കൽ വികാരിയായി പുതിയ മെത്രാൻ സേവനം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ 200ഓളം ക്രൈസ്തവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ട് നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് 100 കണക്കിന് വരുന്ന വിശ്വാസികൾ സംസ്ഥാനത്തെ ഗവർണറുടെ ഓഫീസിന് മുന്നിൽ റാലി നടത്തി. ഡിസംബർ 23 തുടങ്ങിയ ക്രൈസ്തവ ഗ്രാമങ്ങളെ ലക്ഷ്യം വെച്ച് നടന്ന അക്രമ പരമ്പര ക്രിസ്മസ് വരെ നീണ്ടുനിന്നു. അക്രമ പരമ്പര മൂലം 15,000 ആളുകൾ ഭവനരഹിതരായെന്ന് സംഘാടക നേതാക്കൾ ഒരാളായ ഇവാഞ്ചലിക്കൽ സഭാ നേതാവ് റവറൻ ഗിഡിയോൻ പാരമെല്ല പറഞ്ഞു. സംഭവത്തിന്റെ ഇരകളായവർക്ക് സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും തങ്ങൾ ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിലെ ക്രിസ്ത്യൻ സ്ത്രീകളെ ഇസ്ലാമിക വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞയാഴ്ച മുതൽ കർശനമായ വസ്ത്രധാരണ രീതി പാലിക്കാത്ത സ്ത്രീകൾക്കെതിരെ താലിബാൻ മന്ത്രാലയം കടുത്ത നടപടിയാണ് സ്വീകരിക്കുന്നത്. കാബൂളിലെ തെരുവുകളിൽ ഡസൻ കണക്കിന് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും അജ്ഞാത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വിദ്യാഭ്യാസം, ജോലി, യാത്ര, ആരോഗ്യ സംരക്ഷണം എന്നിവയിലെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ അഫ്ഗാൻ സ്ത്രീകളും പെൺകുട്ടികളും ഇതിനകം നേരിടുന്ന നിരവധി നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് വസ്ത്രധാരണത്തിലും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീയായി ജീവിച്ചാൽ വധശിക്ഷ പോലും ഏൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് താലിബാൻ ഭരണത്തിന് കീഴിൽ നടക്കുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.